നമസ്കാരം. ശബരിമല നടവരവിൽ 100 കോടിയുടെ ഇടിവ്. വിവാദങ്ങളിൽ മുങ്ങിയ ശബരിമലയിൽ നടവരവിൽ 100 കോടിയുടെ കുറവ്. 36.27% കുറവാണ് മൊത്തത്തിലുണ്ടായത്. വരുമാനക്കുറവ് സർക്കാർ പരിഹരിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ദേവസ്വം ബോർഡ് കണക്കിൽ നടവരവിൽ ഇതുവരെ ഉണ്ടായ കുറവ് 99.02 കോടി രൂപ. മണ്ഡലകാലത്താകെയും മകരവിളക്ക് കാലത്ത് ജനുവരി 16 വരെയുമുള്ള കണക്കാണിത്. ഇനി 4 ദിവസത്തെ കണക്ക് കൂടി വരാനുണ്ട്. വരുമാനം കഴിഞ്ഞ വർഷം 273 കോടി, ഈ വർഷം 174.07 കോടി. കുറവ് മകരവിളക്ക് കാലത്ത് 36.7 കോടി, മണ്ഡലകാലത്ത് 62.32 കോടി. കഴിഞ്ഞ വർഷം മകരവിളക്ക് കാലത്ത് 18 ദിവസത്തിൽ 99.74 കോടി രൂപ ലഭിച്ചപ്പോൾ ഇക്കുറി 63 കോടി രൂപ മാത്രം. മകരവിളക്ക് ദിവസത്തെ വരവിൽ മാത്രം 67 ലക്ഷത്തിന്റെ കുറവ്. ഈ ദിവസങ്ങളിൽ കാണിക്കയിനത്തിൽ മാത്രം കുറഞ്ഞത് 7.82 കോടി രൂപ. വരുമാനത്തിലെ കുറവ് സർക്കാർ പരിഹരിക്കുമെന്ന പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡിന്റേത്. കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഗവൺമെന്റാണ് അതിനുള്ള ഗ്യാരണ്ടി. ആ പൈസയുടെ പ്രശ്നത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടായി കഴിഞ്ഞാൽ ഗവൺമെന്റ് ആ പ്രശ്നം പരിഹരിക്കും എന്ന് അദ്ദേഹം ഉറപ്പു പറഞ്ഞിട്ടുണ്ട്. യുവതീ പ്രവേശന വിവാദം, ശബരിമലയിലെ പ്രതിഷേധം, നിരോധനാജ്ഞ തുടങ്ങിയ കാരണങ്ങളാൽ ഭക്തരുടെ എണ്ണത്തിലുണ്ടായ കുറവാണ് നടവരവിനെ ബാധിച്ചത്. സാധാരണ നിലയിൽ ഭക്തർ എത്തുമായിരുന്നെങ്കിൽ അവർ ഇവിടെ ചിലവഴിക്കുന്ന ദിവസങ്ങളിൽ ചിലവാക്കുമായിരുന്ന തുക കൂടി കണക്കാക്കുമ്പോൾ നഷ്ടത്തിന്റെ ഗ്രാഫ് കുത്തനെ മേലേക്കുയരും. സന്നിധാനത്ത് നിന്നും ക്യാമറാമാൻ നിധിനൊപ്പം ആർ കിരൺ ബാബു, ന്യൂസ് 18. ശബരിമല ദർശനത്തിനായി ഇന്ന് വീണ്ടും എത്തിയ രേഷ്മയെയും ഷാനിലെയും പോലീസ് മടക്കി അയച്ചു. പുലർച്ചെ ദർശനത്തിനായി എത്തിയ ഇരുവരെയും പോലീസ് നിലയ്ക്കൽ തടഞ്ഞിരുന്നു. ഒരാഴ്ചയ്ക്കിടെ 2ാം തവണയാണ് പോലീസ് ഇവരെ മടക്കി അയക്കുന്നത്. ബുധനാഴ്ച മല കയറാനെത്തിയ ഇവരെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് നിർബന്ധിച്ച് തിരിച്ചിറക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ചേരുന്നു. കിരൺ, ആദ്യം വരുമാനക്കുറവിലേക്ക് വരാം. 100 കോടിയുടെ വരുമാനക്കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഏതൊക്കെ മേഖലകളിലാണ് കുറവ്? എങ്ങനെയാണ് അത് ദേവസ്വം ബോർഡ് ബാധിക്കുക? ഗോപി, ഏകദേശം എല്ലാ മേഖലകളിലും കുറവുണ്ടായിട്ടുണ്ട്. പ്രധാനമായും കാണിക്ക ഇനത്തിൽ ഈ 18 ദിവസം മാത്രം ഏകദേശം 7 കോടി രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കരാറിൻ്റെ ആകെ വരുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായപ്പോൾ കരാർ തുകയിൽ വലിയ കുറവുണ്ടായി. ഇതൊക്കെയാണ് പ്രധാനമായും ഉണ്ടായ കുറവുകൾ. ആകെ ഈ മകരവിളക്ക് കാലത്ത് ചെറിയ ചില 4 മേഖലകൾ മാത്രമാണ് ചെറിയ രീതിയിലെങ്കിലും വരുമാന വർധനവുണ്ടായത്. അത് മാളികപ്പുറത്തെ വരുമാനത്തിൽ ചെറിയ വർധനവുണ്ടായി. അതോടൊപ്പം തന്നെ പഞ്ചാമൃതം വാങ്ങിക്കുന്ന അതിൽ ചെറിയ വർധനവുണ്ടായി. ബുക്ക് സ്റ്റാളുകളുടെ വരുമാനത്തിൽ വർധനവുണ്ടായി. ഇങ്ങനെ ചെറിയ ചില കാര്യങ്ങളിലെ നാമമാത്രമായ വർധനവ് മാത്രമാണ് ഉണ്ടായത്. പ്രധാനമായും വരുമാനം ലഭിക്കേണ്ടത് കാണിക്ക, അതോടൊപ്പം തന്നെ കരാറുകൾ, അതോടൊപ്പം അരവണ, ഈ മേഖലയിലെല്ലാം വലിയ തോതിലുള്ള കുറവാണ് ദേവസ്വം ബോർഡിനുണ്ടായത്. പ്രധാനമായും മുൻ വർഷങ്ങൾ വന്നതിനേക്കാൾ ഭക്തരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി. ആ കുറവ് തന്നെയാണ് ഈ മുഴുവൻ മേഖലയും ബാധിച്ചത്. അങ്ങനെയാണ് ഈ കഴിഞ്ഞ 2 സീസണായി, കഴിഞ്ഞ സീസണിലെ കണക്ക് മാത്രം പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ പ്രാവശ്യം മണ്ഡലകാലത്ത് മാത്രം ലഭിച്ച വരുമാനമാണ് ഇക്കുറി മണ്ഡലകാലത്തും അതോടൊപ്പം തന്നെ മകരവിളക്ക് കാലത്തുകൂടി ആകെ ലഭിച്ചത്. കഴിഞ്ഞ വർഷത്തെ മകരവിളക്ക് കാലത്തെ വരുമാനം പൂർണ്ണമായും ഇത്തവണ നഷ്ടമായിരിക്കുന്നു എന്ന് വേണം പറയാം. 100 കോടിയുടെ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയും ഒരു 4 ദിവസത്തെ കണക്ക് കൂടി ലഭ്യമാകാനുണ്ട്. അതുകൂടി ചേരുമ്പോൾ ചെറിയ നഷ്ടത്തിന്റെ വ്യാപ്തി സ്വാഭാവികമായും അല്പം കൂടി കൂടാൻ തന്നെയാണ് സാധ്യത. അതുകൂടി ചേരുമ്പോഴാണ് കൃത്യമായ ഒരു കണക്ക് കിട്ടുന്നത്. എന്തായാലും ശബരിമലയിലെ വരുമാനത്തിൽ 36% കുറവാണ് ശബരിമലയിലെ ആകെ വരുമാനത്തിൽ, നടവരുമാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതുകൂടാതെ ഇന്ന് വീണ്ടും രേഷ്മയെയും ഷാനിലെയും പോലീസ് മടക്കി അയച്ചിരിക്കുന്നു. അത് സംബന്ധിച്ച് രേഷ്മയും ഷാനിലെയും ഇന്ന് വീണ്ടും ഈ ഒരാഴ്ചക്കിടയിൽ 2ാം തവണയാണ് വീണ്ടും ശബരിമല ദർശനത്തിന് വേണ്ടി എത്തുന്നത്. കഴിഞ്ഞ തവണ നീലിമലയിൽ വരെ അവിടെ എത്തിയിരുന്നു. കഴിഞ്ഞ തവണയും ഇത്തവണയും പോലീസ് സ്വീകരിച്ചൊരു നിലപാട് ബലം പ്രയോഗിച്ച്, അല്ലെങ്കിൽ ഒരു പോലീസിൻ്റെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുടെ സാന്നിധ്യത്തിൽ ആരെയും മല കയറ്റേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് പോലീസ് എന്ന് വേണം നമുക്ക് കരുതാൻ. ഇതിന് പ്രധാനമായും ഒരു കാരണം കൂടിയുണ്ട്. സർക്കാരിനെ സംബന്ധിച്ച് ഈ പോലീസ് നടപടി കൂടാതെ ശക്തമായ പ്രതിഷേധമാണ് ഒരു ഭാഗത്ത് ഉയർന്നത്. അത് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉയരുമ്പോൾ പോലും ഒരിക്കൽ പോലും പോലീസ് നടപടി എടുക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് പോയില്ല. സ്വാഭാവികമായും ഇത്തരമൊരു ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഒരു പോലീസ് നടപടിയിലേക്ക് പോയാൽ അത് സർക്കാരിൻ്റെ ഇമേജിനെ, പോലീസിൻ്റെ ഇമേജിനെ എല്ലാം ബാധിക്കും. അത് വലിയ വിമർശനങ്ങൾക്കും കാരണമാകും.
ഇത്രയേറെ വലിയ പ്രതിഷേധമുണ്ടായിട്ടും പോലീസ് നടപടി കൂടാതെ ഏകദേശം ഈ മണ്ഡല മകരവിളക്ക് കാലം അവസാനിക്കാൻ പോവുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് യുവതി പ്രവേശനം എന്ന ഒരു അജണ്ട സർക്കാരിന് ഉണ്ടായിരുന്നുവെങ്കിൽ അത് പൂർത്തിയാവുകയും ചെയ്തു. ഇനി വീണ്ടും ഒരു യുവതികളെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ഇവിടെ ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും ഒരു പോലീസ് നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്താൽ സ്വാഭാവികമായും അത് സർക്കാരിന് പിന്നോക്കം പോകുന്ന ഒരു അവസ്ഥയാവും, പ്രതിരോധത്തിലാവുന്ന ഒരു അവസ്ഥയാവും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണയും ഇത്തവണയും പോലീസ് സ്വീകരിച്ചത് അവരെ എങ്ങനെയും ചർച്ച നടത്തി, അല്ലെങ്കിൽ സമരക്കാർ കഴിഞ്ഞ തവണ ആദ്യം ഉണ്ടായിരുന്നത് 4-5 സമരക്കാർ മാത്രമാണ്. അതിനുശേഷമാണ് പിന്നീട് കൂടുതൽ പ്രതിഷേധക്കാരെത്തിയത്. ഈ സമയം മുഴുവൻ ചർച്ച നടത്തിക്കൊണ്ട് സമയം നീട്ടി നൽകുകയായിരുന്നു. സ്വാഭാവികമായും പ്രതിഷേധക്കാരും മറുവഴിക്ക് കൂടാനുള്ള സാഹചര്യമുണ്ടായി. പോലീസിനെ സംബന്ധിച്ച് അവരൊരു അനുനയത്തിൻ്റെ മാർഗം അല്ലെങ്കിൽ തന്ത്രപരമായ ഒരു നിലപാടാണ് എടുത്തത്. ഒരു അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുക, ഈ തരത്തിൽ തന്നെ ഈ മണ്ഡല മകരവിളക്ക് കാലം സമാധാനപരമായി കാര്യമായ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുക. ആ നിലപാട് തന്നെയാണ് ഇന്നും സ്വീകരിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നും അവർ പോലീസിൻ്റെ കയ്യിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിരുന്നു, ഞങ്ങൾക്ക് സർക്കാരിൻ്റെ ഉന്നതരിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിരുന്നു എന്നാണ് ഈ ഷാനിലെയും ഇവയായിട്ട് അടുപ്പമുള്ള ചില കേന്ദ്രങ്ങൾ പറയുന്നത്. പക്ഷേ ഇന്നും പോലീസുകാർ നിലയ്ക്കലെത്തിയപ്പോൾ അവരുമായി ചർച്ച നടത്തി അവരെ മടക്കി അയക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയാണ് പോലീസ് സ്വീകരിച്ചത്. പോലീസിൻ്റെ കാര്യം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്, ഒരു പോലീസ് സുരക്ഷ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ എന്ത് ബലം പ്രയോഗിച്ചും ഇവിടെ യുവതികളെ കയറ്റും എന്നൊരു അജണ്ട പോലീസിനില്ല. അങ്ങനെ ഒരു ശ്രമം നടത്താനുള്ള ഒരു രീതി പോലും ഇപ്പോൾ വരാം. മുൻ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് രാജഗോപാൽ നായർ ഈ ഘട്ടത്തിൽ ചേരുന്നു. ശ്രീ രാജഗോപാൽ നായർ, 100 കോടിയുടെ വരുമാന കുറവാണ് ഈ സീസൺ രേഖപ്പെടുത്തുന്നതെന്ന് കണക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നു. അത് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളെ, വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുമോ? എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? അല്ല, സ്വാഭാവികമായി ഒരു അല്പസ്വല്പം വരുമാന കുറവ് ബാധിക്കാതിരിക്കില്ല. മറ്റു ക്ഷേത്രങ്ങളുടെയും ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനത്തെയും ബാധിക്കാതിരിക്കില്ല. പക്ഷേ സാധാരണഗതിയിൽ ഇപ്പൊ പറയുന്നത് പോലെ ഒരു ടോട്ടൽ പ്രതിസന്ധി എന്തായാലും ഉണ്ടാവുകയില്ല. അങ്ങനെ വരുന്ന ഒരു സ്ഥിതിയില്ല. വരുമാനം കുറവുണ്ട്, മേക്കപ്പ് ചെയ്ത് പോകാൻ കഴിയുന്നതാണ് സാധാരണഗതിയിൽ. ഈ വരുമാനക്കുറവ് മേക്കപ്പ് ചെയ്യാന്ന് പറയുന്നത് അടുത്ത സീസണോടുകൂടി മേക്കപ്പ് ചെയ്യാനാണോ, അതോ മറ്റ് അലോക്കേഷൻ ക്ഷേത്ര വരുമാനങ്ങളിൽ നിന്ന് മറ്റു ക്ഷേത്ര വരുമാനങ്ങൾ വർദ്ധിപ്പിക്കുന്നത് വഴിയും പിന്നെ അടുത്ത സീസണും ഒക്കെ ആകുമ്പോൾ മേക്കപ്പ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഒരു സംശയം ചോദിക്കട്ടെ, ഇപ്പൊ ശബരിമലയിൽ മാത്രമാണ് ഈ കുറവ്, ഈ സീസണിൽ മൊത്തം വന്ന ആൾക്കാർ കുറഞ്ഞു എന്നാണ് മനസ്സിലാവുന്നത്. ഈ കാണിക്കുന്നത് പോലെ കുറവ് പോട്ടെ, വന്ന ആൾക്കാർ തന്നെ കുറഞ്ഞു. അപ്പോൾ ഈ ഏരിയയിൽ പത്തനംതിട്ട ആ ഭാഗങ്ങളിലെ ദേവസ്വം ബോർഡിന്റെ മറ്റൊരുപാട് ക്ഷേത്രങ്ങളെയും ഇത്തരത്തിൽ ബാധിച്ചിട്ടുണ്ടാവില്ലേ ഇത്? അല്ല, അത് തീർച്ചയായിട്ടും ഉണ്ട്. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ ക്ഷേത്രങ്ങളെയും അത് ബാധിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ശബരിമലയ്ക്ക് 100 കോടി എന്ന് പറഞ്ഞാൽ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇതിനേക്കാൾ എത്രയോ മുകളിലുള്ള വരുമാന നഷ്ടമാണ് ഈ സീസണിൽ ഉണ്ടായത് അല്ലേ? ഉണ്ട്. അത് ശരിയാണ്. ഞാൻ പറഞ്ഞ സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും വരുമാനത്തിനെ ഈ ഒരു പ്രതിസന്ധി ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ആ പ്രതിസന്ധി ഗെറ്റ് ഓവർ ചെയ്ത് പോകാൻ കഴിയുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ ധരിക്കുന്നത്. ഒറ്റ സംശയം കൂടി, ഇപ്പോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധിയിലാണെങ്കിൽ സർക്കാരിന് എത്രമാത്രം ഹെൽപ്പ് ചെയ്യാൻ പറ്റും പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ? സർക്കാരിന്റെ സാമ്പത്തിക സഹായം ഈ ആവശ്യത്തിന് വേണ്ടി വരില്ല എന്നാണ് എന്റെ ധാരണ. സർക്കാരിന്റെ സാമ്പത്തിക സഹായം ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിനും ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നതിനും ഇപ്പൊ തൽക്കാലം ദേവസ്വം ബോർഡിന് ഗവൺമെന്റിന്റെ സഹായം ഇല്ലെങ്കിൽ കൂടി നടത്തി പോകാവുന്നതേ ഉള്ളൂ. ഭാവിയിൽ അത് മേക്കപ്പ് ചെയ്ത് വരുത്താവുന്നതേ ഉള്ളൂ. ഈ കുറവെല്ലാം പരിഹരിച്ച് പോകാൻ കഴിയുന്നതേ ഉള്ളൂ. ദേവസ്വം ബോർഡ്, ട്രാവൻകൂർ ദേവസ്വം ബോർഡ് വളരെ സുസ്ഥിരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും ദേവസ്വം ബോർഡിൽ ഇപ്പൊ ഗവൺമെന്റിന്റെ സഹായത്തിന്റെ അത്യാവശ്യം വരാൻ സാധ്യത കുറവാണ്. നന്ദി ശ്രീ രാജഗോപാൽ നായർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. കിരണിലേക്ക് വീണ്ടും. കിരൺ, വരുമാന നഷ്ടത്തിന്റെ കണക്കുകളിലേക്കാണ് നമ്മൾ വീണ്ടും കിടക്കുന്നത്. ഇപ്പോൾ 2-3 ദിവസത്തെ കൂടി ഇനി വരാനിരിക്കുന്നു, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നട അടയ്ക്കാനും. ഈ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇപ്പോൾ രാജഗോപാൽ നായരോട് നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു ശബരിമലയിലെ മാത്രം വരുമാന നഷ്ടമല്ല. ഈ സീസണിൽ മറ്റ് വരുന്ന വഴിക്കുള്ള ക്ഷേത്രങ്ങൾക്കൊക്കെ കിട്ടുമായിരുന്നു. അതൊരു വലിയ ഭീമമായ തുക തന്നെ ആയിരിക്കാം വരുമാനം നഷ്ടപ്പെടുക. അതിന്റെ കണക്കൊന്നും നമ്മൾ എടുത്തിട്ടില്ല, എടുത്തു വരുന്നേ ഉള്ളൂ. എന്ത് തന്നെയായാലും ഇത് നിലവിൽ സാധാരണ ദൈനംദിന പ്രവർത്തനങ്ങളെ ഒന്നും ബാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അത് മേക്കപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. കണക്കുകൾ അങ്ങനെയാണോ? ഗോപി, അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. ദൈനംദിന പ്രവർത്തനങ്ങളെ ചിലപ്പോൾ ഇത് ബാധിക്കില്ല. അവിടെ ശമ്പളം കൊടുക്കാനും അവർക്ക് പെൻഷൻ നൽകാനുമുള്ള തുകയെല്ലാം ദേവസ്വം ബോർഡ് ഈ വരുമാനത്തിനും ദേവസ്വം ബോർഡിന് ചെയ്യാൻ കഴിയും.
നിലവിൽ എല്ലാ വർഷവും വരുമാനത്തിൽ വർധനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ വികസനങ്ങൾ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന തുകയിൽ കുറവ് വന്നു കഴിഞ്ഞാൽ പട്ടിണിയാവുന്ന ഒരു അവസ്ഥയില്ല, പക്ഷേ സുഭിക്ഷമായി കഴിയാൻ കഴിയില്ല. അതായിരിക്കും നമുക്ക് ലളിതമായി പറയാൻ കഴിയുന്നത്. നേരത്തെ എങ്ങനെയാണോ ദേവസ്വം ബോർഡ് പണം ചെലവഴിച്ചിരുന്നത്, വികസന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചിരുന്നത്, അതിലെല്ലാം ചില കുറവ് സ്വാഭാവികമായും വരുത്തേണ്ടി വരും എന്ന് കരുതി ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലാവുന്ന ഒരു അവസ്ഥ ഈ 100 കോടി കുറവ് കൊണ്ട് ഉണ്ടാവുന്നില്ല. ഇത് ശബരിമലയിലെ മാത്രം കുറവുമായിരിക്കില്ല. സാധാരണഗതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ് ഇവിടെ കൂടുതൽ പണം ചെലവഴിക്കുന്നത്. അവർ മറ്റ് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ, ഒരു ക്ഷേത്രത്തിലേക്ക് മാത്രമല്ല പലപ്പോഴും വരുന്നത്, ഇവർ വരുന്ന വഴിയും പോകുന്ന വഴിയും പലപ്പോഴും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം ഇറങ്ങുകയും അവിടെ താമസിക്കുകയും അവിടെ കാണിക്കയിടുകയും എല്ലാം ചെയ്തിട്ടാണ് വരുന്നത്. അവിടെയെല്ലാം ഈ കുറവുകൾ സ്വാഭാവികമായും ഉണ്ടാവും. ഇത്ര വലിയൊരു കുറവ് മറ്റ് ക്ഷേത്രങ്ങളിൽ ഉണ്ടാവുന്നില്ല. അവിടുത്തെ ചെറിയ വരുമാനത്തിലും ചെറിയ രീതിയിലുള്ള കുറവ് സ്വാഭാവികമായും ഉണ്ടാവും. ഇത് മാത്രമല്ല, കേരളത്തിൻ്റെ ആകെ സാമ്പത്തികാവസ്ഥയിലും ഇത് ഒരു വലിയ കുറവുണ്ടാക്കുന്നുണ്ട്. ഇത്രയേറെ പേർ കഴിഞ്ഞ മുൻ വർഷങ്ങൾ വന്നതുപോലെ ആളുകൾ ഇവിടെ എത്തിയിരുന്നെങ്കിൽ അവർ കേരളത്തിൽ എത്തുന്നത് മുതൽ ടാക്സ് മുതൽ അവർ ഇവിടെ താമസിക്കുന്ന ഓരോ ദിവസം അവരുടെ വാഹനത്തിനടിക്കുന്ന പെട്രോൾ, ഡീസൽ, അതോടൊപ്പം തന്നെ അവർ കഴിക്കുന്ന ഭക്ഷണം, ഇങ്ങനെ ഇതിൻ്റെ എല്ലാം തരത്തിൽ കുറവ് വന്നിട്ടുണ്ട്. പ്രധാനമായി ഇപ്പോൾ ചെങ്ങന്നൂർ പട്ടണം തന്നെ പരിശോധിച്ചാൽ ചെങ്ങന്നൂർ പട്ടണത്തെ സംബന്ധിച്ച്, അവിടുത്തെ കച്ചവടക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ സീസൺ ഓണമോ ക്രിസ്മസോ ഒന്നുമല്ല, ഈ മണ്ഡല മകരവിളക്ക് സീസണാണ്. അവിടെ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത്. ഇത് പ്രതീക്ഷിച്ച് മാത്രം കച്ചവടം നടത്തുന്ന, അതല്ലെങ്കിൽ മുതൽ മുടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാം വരുമാനത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. ഈ സന്നിധാനത്ത് പല കച്ചവടക്കാരുമായി നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റോറി അടക്കം നൽകിയിരുന്നു. പല കച്ചവടക്കാരുമായി സംസാരിക്കുമ്പോൾ അവർക്ക് മുൻ വർഷങ്ങൾ ലഭിച്ചിരുന്നതിനേക്കാൾ ഏകദേശം 40% വരുമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. അത്രയേറെ കുറവ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സമാനമായ കുറവ് കേരളത്തിൻ്റെ പല മേഖലകളിലും, കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ ഏകദേശം കാസർഗോഡ് വരെ, ചിലർ ഇടുക്കി വഴി, ഇങ്ങനെ പല റൂട്ടുകളുണ്ട് അയ്യപ്പ ഭക്തന്മാർ വരുന്നത്. ഈ റൂട്ടിലെല്ലാം അവർ ചിലവഴിക്കുന്ന തുക എത്രയായിരുന്നു, ആ തുകയെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊന്നും നമുക്ക് കൃത്യമായ ഒരു കണക്കെടുക്കാൻ കഴിയില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക ആരോഗ്യ സ്ഥിതിയിൽ ഈ നഷ്ടം ചെറുതാണെങ്കിൽ പോലും ഈ നഷ്ടം നമുക്ക് അത്ര എളുപ്പത്തിൽ താങ്ങാൻ കഴിയുന്ന നഷ്ടമല്ല. അതൊരു വലിയ നഷ്ടം തന്നെയായി കേരളത്തിന് മാറും എന്നതിലും സംശയമില്ല. കിരൺ ബാബുവാണ് ശബരിമലയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ബലാത്സംഗ കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്ന കുറൂലങ്ങാട്ടെ കന്യാസ്ത്രീകൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, എന്തൊക്കെയാണ് കത്തിൽ അവർ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ? ഗോപി, പ്രധാനമായും തന്നെ നിലവിൽ അവർ ഇപ്പോൾ കടന്നുപോകുന്ന മാനസിക സംഘർഷങ്ങൾ, അത് മാത്രവുമല്ല ഇപ്പോൾ കേസിന്റെ വിചാരണ തുടങ്ങാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ അവർക്ക് സ്ഥലം മാറ്റ ഉത്തരവ് നൽകിയിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും തന്നെയും ഈ കത്തിൽ പ്രതിപാദിക്കുന്നത്. അതോടൊപ്പം തന്നെ കേസ് അട്ടിമറിക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു. ഇതിനെക്കുറിച്ചും കത്തിൽ പ്രധാനമായും പറയുന്നുണ്ട്. ഇതിലൊരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. പീഡന ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ ഭീഷണിയും സമ്മർദ്ദവും അനുഭവിക്കുകയാണെന്നും യാത്രയ്ക്കും മരുന്നിന് പോലുള്ള പണം സഭ അനുവദിക്കുന്നില്ലെന്നും കത്തിൽ പറയുന്നുണ്ട്. സ്വന്തം സഭ പോലും പ്രതിയായ ബിഷപ്പിനെ സഹായിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ തുടരുന്നത്. ബലാത്സംഗ കേസ് അട്ടിമറിക്കാനുള്ള നിരന്തര ശ്രമങ്ങൾ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ഭാഗത്തു നിന്നുണ്ട്. നിയമത്തിന്റെ പഴുതിലൂടെ ബിഷപ്പ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നുള്ളതും കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ തങ്ങളുടെ ഒരു സ്ഥലമാറ്റം നടപ്പാക്കുകയാണെങ്കിൽ ഈ ബലാത്സംഗത്തിന് ഇരയായ കന്യാസ്ത്രീയുണ്ട്. കന്യാസ്ത്രീകളുടെ ഏക ഒരു മനസാന്നിധ്യം നൽകുന്നത് തങ്ങളുടെ ഒരു സാന്നിധ്യമാണ്. അത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. കേസിന്റെ തുടർന്നുള്ള ഘട്ടങ്ങളെയും അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ കുറവിലങ്ങാട് മഠം വിട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത്. അത് ഈ ഒരു കാര്യത്തിൽ ഇടപെടണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡാനി, വളരെ വ്യക്തമാണ് അവർ പറയുന്നത്. കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, യാത്രയ്ക്കും മരുന്നിന് പോലും പണം തരുന്നില്ല. പക്ഷെ ഇതിലിപ്പോൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി, വേറെ ആരൊക്കെയാണ് കത്തുകൾ നൽകിയിട്ടുള്ളത്? ഭരണകൂടത്തിന്റെ ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്? ഗോപി, ഇക്കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കത്തിന്റെ കോപ്പികൾ കൈമാറിയിരിക്കുന്നത് DGPക്കാണ്, ലോക്നാഥ് ബെഹ്റയ്ക്ക്. അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്കും ഇതിന്റെ കത്തിന്റെ കോപ്പികൾ കൈമാറിയിട്ടുണ്ട്. പ്രധാനമായും ഇവർ ആവശ്യത്തിൽ ഇടപെടണമെന്ന് പറയുന്നത് ഇപ്പോഴും നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന സ്ഥലമാറ്റം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഈ വിഷയത്തിൽ ഒരു സഭ തീരുമാനിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ മറ്റൊരു എസ്റ്റാബ്ലിഷ്മെന്റ് തീരുമാനിക്കുന്ന കാര്യത്തിൽ സർക്കാരിന് എത്ര കണ്ട് ഇടപെടാൻ കഴിയും, അല്ലെങ്കിൽ ഈ രീതിയിൽ എത്ര കണ്ട് ഇടപെടാൻ കഴിയുമെന്നൊരു കാര്യവും ഒരു ചോദ്യവും ഒരു വശത്ത് അവശേഷിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഇവർ ഇതിലിപ്പോ വനിതാ കമ്മീഷന് മുഖ്യമന്ത്രിക്ക് വനിതാ കമ്മീഷന് കൊടുത്തു വെച്ചോളൂ. വനിതാ കമ്മീഷന് നിയമപരമായി ഇതിൽ ഇരയോടൊപ്പം നിന്നുകൊണ്ട് അവർക്കെതിരെ ഭീഷണിയുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാനുള്ള നടപടിയെടുക്കാൻ നിയമപരമായ സാധ്യതകളുണ്ടോ? ഇനി സംശയമാണ്.
എനിക്ക് ചോദിക്കുകയാണ്. തീർച്ചയായും ഇത്തരം ഈ ഒരു ഘട്ടത്തിൽ ഒരു പീഡനത്തിന് ഇരയായ, ബലാത്സംഗത്തിന് ഇരയായ ഒരു സ്ത്രീ, അവരുടെ ഒരു സുരക്ഷയും അതോടൊപ്പം തന്നെ ആ കേസ് നടത്തിപ്പിന്റെ തുടർന്നുള്ള കാര്യങ്ങളും ഉറപ്പുവരുത്താനുള്ള ന്യായമായ ഒരു ഉത്തരവാദിത്വം നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് സുരക്ഷ വേണം, ഇവരെ സുരക്ഷിതരായിരുത്തണം എന്നൊരു നിലപാട് അവർക്ക് എടുക്കാം. പോലീസിനും അങ്ങനെ, അതായത് ഭരണകൂടത്തിന് നിയമപരമായി ഏതെങ്കിലും കാര്യങ്ങൾ ഇടപെട്ടൂടെ? കാരണം ഇത് ഒരു ഇരയുടെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ്. ഗോപി, ഈ കാര്യം ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ആ ഒരു ഘട്ടത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇത്തരം ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ള അത്തരം സർക്കാർ സംവിധാനങ്ങൾ ഇത് ഒരു സഭയുടെ ഒരു പ്രവർത്തന രീതിയുടെ അവരുടെ ശൈലിയുടെ ഭാഗമായുള്ള ഒരു സ്ഥലമാണ്. റിജു കാഞ്ഞൂക്കാരൻ കൂടി ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടി ചേരുന്നു. ശ്രീ റിജു കാഞ്ഞൂക്കാരൻ, എത്തരത്തിലുള്ള ഒരു ഭരണകൂട ഇടപെടലാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, ഇത് നമ്മൾ ഇപ്പൊ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഏകദേശം കേസന്വേഷണം പൂർത്തിയായി ഇതിന്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അനുവദിച്ചു തരണമെന്ന് അഭ്യർത്ഥിച്ചിട്ട് തന്നെ ഏകദേശം 100 ദിവസത്തോളം, 106 ദിവസത്തിന് ശേഷമാണ് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അനുവദിച്ച് തരിക പോലും ചെയ്തത്. ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു. അതുപോലും ആ സമയത്ത് അട്ടിമറിക്കപ്പെടാവുന്ന പല സിറ്റുവേഷൻസും ഉണ്ട് എന്ന് മീഡിയാസും സിസ്റ്റേഴ്സും നിരന്തരം പറഞ്ഞതിന് ശേഷമാണ് നമുക്ക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ലഭിച്ചത്. ഇനി കേസിന്റെ ട്രയൽ ആരംഭിക്കുകയാണ്. ഈ സിസ്റ്റേഴ്സ് ഒരുമിച്ചുണ്ടായിരുന്നാൽ ഈ കേസ് നേരായ വഴിക്ക് ആരും സ്വാധീനിക്കാതെ അട്ടിമറിക്കാതെ മുന്നോട്ട് പോയാൽ താൻ പെടും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഫ്രാങ്കോ ഇവരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിച്ചു കളയാൻ, ഒറ്റപ്പെടുത്തി കളയുക, അവരെ ആ ട്രയലിന് ഹാജരാകാൻ വരാതിരിക്കാവുന്ന സിറ്റുവേഷൻസ് ഒരുക്കുക, അവർ ഓരോരുത്തരും 5 പേരും 5 സ്ഥലത്തായിരിക്കും, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്യുക, അവർ ഒറ്റപ്പെടുത്തി അവരുടെ ജീവന് വരെ അപായം നേരിടാവുന്ന സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക, അവരെ ഭീതിപ്പെടുത്തുക. അങ്ങനെയുള്ള പല ഗൂഢതന്ത്രങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. ഇത് ഞങ്ങൾ പല ഘട്ടങ്ങളിലും മുന്നോട്ട് വെച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഒരു വൈദികനായ കാട്ടുതറച്ചൻ, ഇതിന്റെ പ്രധാന സാക്ഷി കാട്ടുതറച്ചനാണ്. അച്ഛന്റെ ദുരൂഹ മരണം പോലും, അതിന്റെ അന്വേഷണം എന്തായി എന്ന് പോലും ഒരു റീപോസ്റ്റ്മോർട്ടം നടത്താൻ പറ്റാത്ത രീതിയിലാണ് ബോഡി പോലും ഇങ്ങോട്ട് എത്തിച്ചത്. കാരണം ആന്തരിക അവയവങ്ങൾ മൊത്തം എടുത്തു മാറ്റിയ ബോഡി ഇവിടെ കിട്ടിയിട്ട് നമുക്ക് റീപോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധിക്കില്ല. അത്തരത്തിലൊരു നീക്കമാണ്, അത്ര വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഗൂഢമായ നീക്കമാണ് ഫ്രാങ്കോയുടെ ഭാഗത്തുണ്ടാകുന്നത്. അപ്പോൾ ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താണ്? ഈ കേസിന്റെ പ്രധാന സാക്ഷികളായ സിസ്റ്റേഴ്സിനെയും വിക്ടിമിനെയും അവരുടെ ജീവൻ ഭീഷണിയും സുരക്ഷാ ഭീഷണിയും അവർ ട്രയലിന് എത്തിച്ചേരാനുള്ള സിറ്റുവേഷൻസും ഒരുക്കേണ്ടത് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. അവർ കുറവലങ്ങാട് വെച്ചാണ് ഈ സംഭവം നടക്കുക, കുറവലങ്ങാട്ടാണ് അവരുണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അവരെ പഞ്ചാബിലോ ജാർഖണ്ഡിലോ ഛത്തീസ്ഗഡിലേക്കോ മാറ്റിയാൽ അവർ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ട്രയലുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് പോരണമെങ്കിൽ അതാത് മദർ സുപ്പീരിയറുടെ അനുവാദം വേണം. അവരുടെ ടിക്കറ്റ് ഫെയർ, മറ്റു കാര്യങ്ങൾ, സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ടത് ഗവൺമെന്റ് തന്നെയാണ്. അതൊക്കെ നിഷേധിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം, അത് ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ഇതിന്റെ കൂടെ ലക്ഷ്യം. അതിൽ യാതൊരു സംശയവുമില്ല. ഗവൺമെന്റ് ഈ നീക്കത്തെ ചെറുത്തുകൊണ്ട് ഇവർക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്ന് വിട്ടുപോകാനുള്ള സിറ്റുവേഷൻ ഇല്ല എന്ന് തന്നെ മദർ ജനറലിനെയും സഭയെയും അറിയിക്കണമെന്ന് തന്നെയാണ് AIMTയുടെ ആവശ്യം. താങ്കൾ പറഞ്ഞത് വളരെ വ്യക്തമാണ്. 2-3 കാര്യങ്ങൾ കൂടി വ്യക്തമായിട്ടുണ്ട്. ഇവരെ ഒറ്റപ്പെടുത്തുന്നു, ചിതറിക്കുന്നു പല ഭാഗങ്ങളിലേക്ക്. പിന്നെ താങ്കൾ തന്നെ സൂചിപ്പിച്ച ഒരു ദുരൂഹ മരണം, അതായത് ജീവനിൽ വരെ പേടിയുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ഇവരെ മാറ്റുന്നു. അത്തരത്തിൽ ഇരയോടൊപ്പം 100% നിൽക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. പ്രത്യേകിച്ച് എല്ലാ തവണയും ഇരയോടൊപ്പം സ്ത്രീകളോടൊപ്പം എന്ന് പറയുന്ന സർക്കാരിന് 100% ഇവരെ ഇപ്പോൾ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. അത് സർക്കാർ ചെയ്യണം എന്നാണ് ഈ കത്തിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് സർക്കാർ, അതായത് ഇവർക്ക് ഇരകൾ എന്ന നിലയിൽ ഇവരെ സംരക്ഷിക്കാൻ സർക്കാർ ചെയ്യേണ്ട ബാധ്യതകൾ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞു വന്നത് തന്നെയാണ്. സർക്കാർ ചെയ്യേണ്ട ഏറ്റവും അടിയന്തരമായ കാര്യം, ഈ കേസിന്റെ ട്രയൽ തീരുന്നത് വരെയെങ്കിലും ഇവർ ഒന്നിച്ച് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തുടരാനുള്ള ഒരു സാഹചര്യം സഭ അധികാരികളും ചെയ്യണമെന്ന് അവരെ ഗവൺമെന്റ് ഇൻഫോം ചെയ്യാം. അതോടൊപ്പം തന്നെ ഇവരോടൊപ്പം വേറെ കോൺവെന്റുകളിൽ ചുമതലകളുള്ള ഒരു 4 ഇതിന്റെ കേസിന്റെ നാൾവഴികൾ നമുക്ക് ഓർമ്മയുണ്ട്. ആ ഫ്രാങ്കോനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് പോകുന്നു, തിരിച്ചു വരുന്നു, അന്നുണ്ടായ കോലാഹലങ്ങൾ, രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ എന്നുള്ള വ്യാഖ്യാനങ്ങൾ. അപ്പൊ ഇതുവരെ സർക്കാർ ചെയ്തിട്ടില്ല ഇരയോടൊപ്പം നിന്നിട്ട് ഉള്ള കാര്യങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇനി അങ്ങോട്ട് അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ സഭ ഇരയോടൊപ്പം ഒരിക്കലും നിന്നിട്ടില്ലല്ലോ. വളരെ നിസ്സാരമായ സെക്യൂരിറ്റി പ്രശ്നങ്ങളിൽ പോലും സഭയ്ക്ക് പൈസയില്ല എന്ന് പറയാം. കാരണം ഈ MG കോൺഗ്രിഗേഷൻ എന്ന് പറയുന്ന സന്യാസ സമൂഹം ഒരിക്കലും പൊന്തിഫിക്കൽ കോൺഗ്രിഗേഷൻ അല്ല.
അതായത് സ്വതന്ത്ര ഞാൻ സഭയുടെ കാര്യമല്ല, സഭ ചെയ്തത് എന്തൊക്കെയാണെന്നുള്ള വളരെ വ്യക്തമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ സർക്കാരിന്റെ കാര്യമാണ് ചോദിച്ചത്. സർക്കാരിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു അഭ്യർത്ഥന നടത്തുകയാണ്. സർക്കാർ ചെയ്യേണ്ടിരിക്കുന്ന കാര്യങ്ങൾ സർക്കാർ ഒരിക്കലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടില്ല. കാരണം അറസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ആ പൊതുവേദിയിൽ സിസ്റ്റേഴ്സ് സമരത്തിന് ഇരുന്നില്ലായിരുന്നെങ്കിൽ അറസ്റ്റ് പോലും ഉണ്ടാകില്ലായിരുന്നു. കാരണം ചോദ്യം ചെയ്ത് വിട്ടയക്കാം എന്ന ഉറപ്പോടുകൂടി തന്നെയാണ് പാങ്കോയെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുന്നത്. പക്ഷേ ജനങ്ങളുടെ, കേരള സമൂഹത്തിന്റെ ഒരു പിന്തുണ സിസ്റ്റേഴ്സിനൊപ്പമാണ് എന്ന് കണ്ടുകൊണ്ട് മാത്രമാണ് അന്ന് അറസ്റ്റ് ചെയ്തത്. അതിനുശേഷവും ഈ കേസിന്റെ ഒരു അവധാനത നമുക്ക് കണ്ടറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സർക്കാർ എത്രമാത്രം ഇടപെടുമെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങൾ അത് ഒരു ആവശ്യമായി സർക്കാരിനോടും മനുഷ്യാവകാശ കമ്മീഷനോടും അതോടൊപ്പം തന്നെ DGPയോടും വനിതാ കമ്മീഷനോടും ആവശ്യപ്പെടുകയാണ്. അത് കേരള സമൂഹം വിലയിരുത്തട്ടെ. ഇതിൽ കേരള ഗവൺമെന്റ് എന്താണ് ചെയ്യേണ്ടത്? അതായത് പരാതിക്കാരായ ഇരകളായ 4 വനിതകൾ അവർ ഏറ്റവും വലിയ ഭീഷണിയിൽ നിൽക്കുമ്പോൾ അവർ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ഞങ്ങളോട് കൂടെ നിൽക്കണമെന്ന്. ആ അർത്ഥത്തിൽ സർക്കാർ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് കാണേണ്ടതും. സിസ്റ്റർ ജസ്മി കൂടി ഈ ഘട്ടത്തിൽ ചേരുന്നു. സിസ്റ്റർ ജസ്മി, എന്തൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ, ഇവർക്ക് മുമ്പിൽ, സർക്കാരിന് മുമ്പിൽ വയ്ക്കുന്ന പ്രയറുകൾ? സാധാരണ കേൾവിയില്ലാത്ത കാര്യങ്ങളാണ്. കാരണം ഒരു മഠത്തിനകത്തേക്ക് ആവൃത്തിയാണ്. നിയമത്തിന് പ്രവേശനമില്ല, പോലീസിന് പ്രവേശനമില്ല, ഭരണഘടനയ്ക്ക് പ്രവേശനമില്ല എന്ന അർത്ഥത്തിലാണ് ഒരു അടച്ചുപൂട്ടപ്പെട്ട ഒരു ലോകമായിട്ടാണ് അത് ഇതുവരെ കണക്കാക്കിയിരുന്നത്. പക്ഷെ ഇതൊരു പുതിയ കാൽവെപ്പാണ്. 21ാം നൂറ്റാണ്ടാണ്. ഇത് ഡെമോക്രസി മനസ്സിലാക്കുന്ന ജനകീയ വാദം മനസ്സിലുള്ള എല്ലാ മനുഷ്യരും ഇതിലിടപെടും. കാരണം സർക്കാരും ഇടപെടണം. കാരണം ഇന്നു വരെ നമ്മൾ പുറത്തേക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല, പുറത്തേക്ക് കേസ് കൊടുത്തിട്ടില്ല, അതിനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിട്ടില്ല. പിന്നെ അത് ഒരു കീഴ്വഴക്ക ലംഘനമാണെന്ന് പേടിച്ചിട്ടും കൂടിയാണ്. അപ്പോ ഇപ്പോൾ ഇവരെന്തായാലും മഞ്ചി സ്ക്വയറിൽ വന്നു, ഇവരുടെ ദൃഢതയും ഇവരുടെ ചങ്കൂറ്റവും ഇവർ കാണിക്കുന്നു. ഇവർ പറയുന്നതിൽ ന്യായമുണ്ട്, നീതിയുണ്ട്. ഇവർ ചോദിക്കുന്നത് സിസ്റ്റർ ജസ്മിയാണ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. നന്ദി മാഡം. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ വാർത്താ സമ്മേളനം നടത്തുകയാണ്. തത്സമയം സംബന്ധിച്ച് ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു കണക്കെടുക്കാൻ ഇപ്പോൾ ആളിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. സെപ്റ്റംബർ 28 വിധി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കാറില്ല. ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റാണ് അതിന്റെ ഉത്തരവാദിത്വം. ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കണക്ക് കൃത്യമായിരിക്കും എന്നാണ് എൻ്റെ ധാരണ. ഇതുവരെ എനിക്കൊരു വ്യത്യാസപ്പെട്ട ഒരു അഭിപ്രായം എനിക്ക് കിട്ടിയിട്ടില്ല. ദേവസ്വം ബോർഡിൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ശബരിമല സീസണിലെ വരുമാന നഷ്ടത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞെന്ന് കരുതുന്നു. മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. പലിശരഹിത നിക്ഷേപത്തിന്റെ പേരിൽ ഹീര ഗ്രൂപ്പ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടത്തിയത് 25 കോടിയുടെ തട്ടിപ്പ് എന്ന സഹായിയുടെ മൊഴി. ലാഭവിഹിതം ലഭിക്കാതെ നിക്ഷേപകർ രംഗത്തെത്തിയതോടെയാണ് തട്ടിപ്പിന്റെ കഥ പുറം ലോകം അറിഞ്ഞത്. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലായി നടന്ന സമാനമായ തട്ടിപ്പ് കേസുകളിൽ റിമാൻഡിലാണ് ഹീര ഗ്രൂപ്പ് ഉടമ എന്ന് പരിചയപ്പെടുത്തിയ ഹൈദരാബാദ് സ്വദേശിനി നൌഹീറ ഷെയ്ഖ്. 2013 ജനുവരിയിലാണ് ഹീര ഗ്രൂപ്പ് മലബാർ കേന്ദ്രീകരിച്ച് ബിസിനസ് തുടങ്ങിയത്. പലിശരഹിത ലാഭവിഹിതം എന്ന പേരിൽ നിക്ഷേപകരിൽ നിന്നും കോടികൾ സ്വീകരിച്ചു. 2018 മെയ്യിൽ ലാഭവിഹിതം നിലച്ചതോടെ നിക്ഷേപകർ പോലീസിനെ സമീപിച്ചപ്പോഴാണ് ഹീര ഗ്രൂപ്പ് ഉടമ നൌഹീറ ഷെയ്ഖ് തട്ടിപ്പ് കേസിൽ മുംബൈയിൽ ജയിലിലാണെന്നറിയുന്നത്. ഇതിനിടെ കേരളത്തിലെ മാനേജർ മുംബൈ സ്വദേശി മുഹമ്മദ് ഒമർ ബക്കയ്യ ലൈ ഷെട്ടി അറസ്റ്റിലായി. കോഴിക്കോട് ഓഫീസ് കേന്ദ്രീകരിച്ചു മാത്രം 525 പേരിൽ നിന്നായി 25 കോടിയുടെ നിക്ഷേപം സ്വീകരിച്ചതായാണ് മുഹമ്മദിന്റെ മൊഴി. ഓരോ 3 മാസം കൂടുമ്പോഴും ലാഭവിഹിതം ലഭിക്കുമെന്നായിരുന്നു കമ്പനിയുടെ വാഗ്ദാനം. ഒരു മന്ത്ലി നിക്ഷേപവും അതുപോലെ തന്നെ വർഷത്തിൽ കിട്ടുന്ന നിക്ഷേപവും അത് ഒരു വർഷം എന്നുള്ളത് ഇവർ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ, അല്ലെങ്കിൽ ഇവരെ ഈ ഇൻവെസ്റ്റേഴ്സിന്റെ യാതൊരു പ്രഖ്യാപനവും ഇല്ലാതെ 2 വർഷത്തേക്കാക്കി. അങ്ങനെ ആളുകൾ ഇതിൽ നിന്നും എല്ലാം കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. ഇതിനിടെ ഹീര ഗ്രൂപ്പ് ഉടമ ഹൈദരാബാദ് സ്വദേശിനി നൌഹീറ ഷെയ്ഖ് ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടി. പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ രീതിയിൽ ഒരു ഫോളോ അപ്പ് ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. പേരിനൊരു ജൂനിയർ വക്കീലിനയച്ച് അവർക്ക് കേസിനെ പറ്റി കാര്യമായിട്ട് അറിയാത്ത ഒരു വക്കീലാണ് അറ്റൻഡ് ചെയ്യാൻ പോയത്. സമാനമായ തട്ടിപ്പ് കേസുകളിൽ മുംബൈ ബൈക്കുള വനിതാ സെൻട്രൽ ജയിലിലാണ് നൌഹീറ ഇപ്പോൾ. 2 കോടി രൂപയ്ക്ക് മുകളിലുള്ള തട്ടിപ്പ് കേസായതിനാൽ ലോക്കൽ പോലീസ് അന്വേഷണത്തിന് പരിമിതികളുണ്ട്. ഇതോടെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനാണ് നീക്കം. പ്രദീപ് നാരായണൻ, ന്യൂസ് 18, കോഴിക്കോട്.
പലിശരഹിത ലാഭവിഹിതം എന്ന പേരിൽ ഹീര ഗ്രൂപ്പ് കോടികൾ തട്ടിയത് ഇസ്ലാം മതവിശ്വാസത്തെ ചൂഷണം ചെയ്ത് കമ്പനി വിതരണം ചെയ്ത ബ്രോഷറിലടക്കം പലിശ പാപമാണ് എന്ന് പ്രചരിപ്പിച്ചാണ് വിശ്വാസികളെ വലയിലാക്കിയത്. പൊതുസമൂഹത്തിൽ അപമാനിതരാകും എന്ന് കരുതിയാണ് തട്ടിപ്പിന് ഇരയായവരിൽ പലരും രംഗത്ത് വരാത്തതെന്ന് പരാതിക്കാർ പറയുന്നു. പലിശ എന്ന പാപത്തിൽ നിന്നും സഹോദരി സഹോദരന്മാരെ രക്ഷിക്കുക, ഇങ്ങനെയാണ് ഹീര ഗ്രൂപ്പ് കേരളത്തിൽ വിതരണം ചെയ്ത ബ്രോഷറിന്റെ ഉള്ളടക്കം. ബിസിനസിന് ചേരുവയായി വിശ്വാസത്തെയും കൂടെ കൂട്ടി. ഇസ്ലാം മതവിശ്വാസപ്രകാരം പലിശ നിഷിദ്ധമായിരിക്കെ കച്ചവടത്തിൽ നിന്നുള്ള ലാഭം തരാമെന്നായിരുന്നു വാഗ്ദാനം. വിശ്വാസികളെ ആകർഷിക്കാനായി ലക്ഷങ്ങൾ പൊടിച്ച് കോഴിക്കോട് ഇഫ്താറുകളും സംഘടിപ്പിച്ചു. ഇതിൽ വഞ്ചിതരായ വിശ്വാസികളാണ് പണം നൽകിയതിൽ മുഴുവനും. ഹലാലായ മാർഗത്തിൽ കൂടെ ഇത് ബിസിനസ് കച്ചവടത്തിൽ കൂടി ഉണ്ടാക്കുന്ന പണമാണ്, അല്ലാതെ പലിശയിൽ കൂടെ അല്ല. പലിശ ഹറാമാണ്. ഇതുകൂടെ തന്നെ ഈ വിശ്വാസത്തെ കൃത്യമായിട്ട് അവർ ചൂഷണം ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ലാഭവിഹിതമായി ലഭിച്ച പണവും കൂടി ചിലർ ഹീര ഗ്രൂപ്പിൽ നിക്ഷേപിച്ചു. പൊതുസമൂഹത്തിൽ അപമാനിതരാകുമെന്ന് കരുതി പലരും പരാതിയുമായി രംഗത്ത് വരാനും മടിക്കുന്നു. പലിശരഹിതമായുള്ള കാര്യങ്ങളാണ്, മറ്റു കാര്യങ്ങളാണെന്നൊക്കെയുള്ള ഈ ഒരു വിശ്വാസമാണ് അവർ ചൂഷണം ചെയ്തത്. ഇതിൻ്റെ പേരിൽ തന്നെ ഇതിൻ്റെ ആധികാരികതയെക്കുറിച്ച് നമുക്കത് കൃത്യമായിട്ട് അന്വേഷിക്കാനോ ഇതാക്കാനോ കഴിഞ്ഞിട്ടില്ല. അനുബന്ധ ബിസിനസ്സുകൾ എന്ന് പരിചയപ്പെടുത്തിയതിലേറെയും മതവുമായി ബന്ധപ്പെട്ടവയാണ്. ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, ഹജ്ജ്, ഉംറ സർവീസ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ചിത്രങ്ങൾ സഹിതം ബ്രോഷറിലുണ്ട്. 4 ഭൂഖണ്ഡങ്ങളിലായുള്ള ബിസിനസ് സാമ്രാജ്യമെന്ന് സൂചിപ്പിക്കുന്ന മാപ്പും ഒപ്പം വൻകിട കെട്ടിടങ്ങളുടെ ചിത്രങ്ങളും പ്രചരിപ്പിച്ചു. പ്രദീപ് നാരായണൻ, ന്യൂസ് 18, കോഴിക്കോട്. മതസാമുദായിക നേതാക്കളെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടു എന്നാരോപിച്ച് മലയാളി അടങ്ങുന്ന 3 സംഘത്തെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് സ്വദേശി മുതാസിം എന്ന തസ്ലീം അടക്കമുള്ളവരെയാണ് അറസ്റ്റ് ചെയ്തത്. അഫ്ഗാൻ സ്വദേശി വാലി മുഹമ്മദും പിടിയിലായിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ മതസാമുദായിക നേതാക്കളെ വധിക്കാൻ സംഘം പദ്ധതിയിട്ടതായും പോലീസ് വിലയിരുത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഐക്യ ഇന്ത്യ റാലി ഇന്ന്. കൊൽക്കത്തയിൽ നടക്കുന്ന റാലി പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയായി മാറും. രാകേഷ് ചേരുന്ന വിവരങ്ങളുമായി. രാകേഷ്, ആരൊക്കെയാണ് റാലിയിൽ പങ്കെടുക്കുന്നത്? മുഖ്യാകർഷണം എപ്പോഴാണ് ആരംഭിക്കുക? വിശദാംശങ്ങൾ. ഗോപി, മഹാസഖ്യത്തിന്റെ ശക്തി പ്രകടനത്തിനാണ് കൊൽക്കത്ത വേദിയാകുന്നത്. അല്പസമയത്തിനകം തന്നെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ ഐക്യ ഇന്ത്യ റാലി ആരംഭിക്കും. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിയാണ് ഈ റാലിയുടെ മുഖ്യ സംഘാടക. ഏതാണ്ട് 14ലധികം പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് കൊൽക്കത്തയിൽ നടക്കുന്ന റാലിയിൽ പങ്കെടുക്കുകയും ചെയ്യും. ഏതാണ്ട് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇന്നത്തെ റാലിയിൽ പങ്കെടുക്കുന്നു. പ്രധാനമായും BJP വിരുദ്ധ ഒരു സഖ്യത്തിന് നേതൃത്വം നൽകുക, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു ശക്തി പ്രകടനമാണ് ഇന്നത്തെ റാലി. തീർച്ചയായും കോൺഗ്രസ് അടക്കമുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഈ റാലിയിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ NDA ഇതര സഖ്യത്തിന്റെ ഭാഗമായ, അതായത് UPAയും UPAയ്ക്ക് പുറത്തുമുള്ള NDAയിൽ ഇല്ലാത്ത കക്ഷികൾ, ഒട്ടുമിക്ക എല്ലാ കക്ഷികളും തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഈ യോഗത്തിൽ പങ്കെടുക്കാൻ, റാലിയിൽ പങ്കെടുക്കാൻ ക്ഷണമുണ്ടായിരുന്നു. പക്ഷേ രണ്ടുപേരും ഈ ചടങ്ങിന് എത്തുന്നില്ല. പകരം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ ഈ യോഗത്തിന് എത്തുമെന്നും റാലിയിൽ പങ്കെടുക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഒപ്പം തന്നെ തെലങ്കാന മുഖ്യമന്ത്രി ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തുടങ്ങിയവർ ഇന്നത്തെ ഈ റാലിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി പ്രഖ്യാപിക്കാൻ 2 മാസത്തിൽ താഴെ മാത്രം സമയമാണുള്ളത്. മാർച്ച് ആദ്യവാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായൊരു പ്രതിപക്ഷത്തിന്റെ ശക്തി പ്രകടനം അത് തെളിയിക്കാൻ വേദിയായി മാറുകയാണ് കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൗണ്ട്. മമതാ ബാനർജി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് BJPയുടെ അന്ത്യത്തിന് തുടക്കം കുറിക്കുന്നതാണ് ഈ റാലി എന്ന് അല്പം മുമ്പ് മമതാ ബാനർജി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ ഏതായാലും ഈ റാലിയിൽ പങ്കെടുക്കാൻ കൊൽക്കത്തയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രതിപക്ഷ പാർട്ടികളിൽ CPM, CPI അടക്കമുള്ള ഇടത് പാർട്ടികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. കാരണം രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട്. ഒന്ന്, ബംഗാളിൽ CPMനെ അല്ലെങ്കിൽ ഇടത് മുന്നണിയെ അധികാരത്തിൽ നിന്ന് താഴെയിട്ടുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് ഭരണം പിടിക്കുന്നത്. മാത്രമല്ല രാഷ്ട്രീയ സംഘർഷങ്ങൾ, ശത്രുത ഈ 2 പാർട്ടികളും തമ്മിൽ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടത് പാർട്ടികളെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. എങ്കിൽ പോലും ഒട്ടുമിക്ക രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇന്നത്തെ യോഗത്തിൽ ഈ റാലിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിന് തന്നെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് മൈതാനിയിൽ റാലി ആരംഭിക്കും. ഗോപി. രാകേഷ്, ഇതിപ്പോ UPയിൽ സഖ്യം പ്രഖ്യാപിക്കുന്നു. ആ സഖ്യത്തിൽ തന്നെ മായാവതിയും അഖിലേഷും കൃത്യമായി പറഞ്ഞത് ഇത് BJPയെ പരാജയപ്പെടുത്താനുള്ള സഖ്യമെന്ന്. തമിഴ്നാട്ടിൽ പ്രതിപക്ഷ ഐക്യനിരയുടെ വലിയ ഐക്യം രൂപപ്പെടുന്നത് കണ്ടു. ഇനി ബംഗാളിലേക്ക് കൂടി ഇത് വരുന്നതോടെ, ബംഗാളിലെ ഈ റാലി കൂടി വരുന്നതോടെ ആ റാലി നൽകുന്ന സന്ദേശം അത് രാകേഷ് തിരിച്ചു വരാം. അപ്പോൾ CL മനോജ് കൂടി ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടെ ചേരുന്നു, മാധ്യമപ്രവർത്തകൻ. ശ്രീ CL മനോജ്, ഇന്നത്തെ ഈ റാലി അതിൻ്റെ പ്രതിപക്ഷ ഐക്യത്തിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ ഒരുമിക്കലിൽ ഈ റാലിയുടെ പ്രാധാന്യം എങ്ങനെയാണ് താങ്കൾ കാണുന്നത്?
ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ പ്രധാന പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെല്ലാം അവരുടെ സംസ്ഥാനങ്ങളിൽ ഒരു ശക്തി പ്രകടനം നടത്താൻ ഉള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനു മുമ്പ് ബീഹാറിലും UP-യിലും എല്ലാം ഇപ്പോൾ നടക്കുന്നത് പോലെ തന്നെ മമതാ ബാനർജിയും അവരുടെ സ്വാധീനവും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമായിട്ടുള്ള അവരുടെ ബന്ധവും കാണിക്കാനാണ് ഈ റാലി നടത്തുന്നത്. ഇത് ഈ ഒരു റാലിക്കപ്പുറം ഇത് കൃത്യമായൊരു തെരഞ്ഞെടുപ്പ് സഖ്യമായി തന്നെ മാറും എന്ന് പ്രതീക്ഷിക്കാമോ? ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രഖ്യാപിത നയം ദേശീയ അടിസ്ഥാനത്തിൽ BJP-ക്കെതിരായിട്ട് ഒറ്റ മുന്നണി ദേശീയ അടിസ്ഥാനത്തിൽ ഉണ്ടാവില്ല. ചില സംസ്ഥാനങ്ങളിൽ BJP-ക്കെതിരായിട്ടുള്ള മുന്നണികൾ ഉണ്ടാവും. ചില സ്ഥലങ്ങളിൽ BJP-ക്കെതിരായിട്ടുള്ള പ്രധാന പാർട്ടികൾ മുന്നണികളുടെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കും. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പാർട്ടികളിൽ പലരും BJP ഇല്ലാത്ത ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരുമിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നമ്പറുകൾ അനുസരിച്ചിരിക്കും. ഒറ്റ സംശയം, UP-യിൽ സഖ്യത്തിൽ കോൺഗ്രസ് ഇല്ല, പക്ഷേ അതിന്റെ തന്ത്രം കോൺഗ്രസ് തന്നെയാണ് ആ തന്ത്രം മെനഞ്ഞത് എന്ന് പറയപ്പെടുന്നു. കോൺഗ്രസിന്റെ 2 സീറ്റിൽ എതിരാളികൾ അവർ മത്സരിക്കുന്നുമില്ല. ഇപ്പൊ ഇവിടെയും രാഹുൽ ഗാന്ധിയുടെ പിന്തുണ പക്ഷേ എത്തുന്നവർ. അപ്പോൾ ഇതിന് ബാക്ക് സീറ്റിൽ നിന്നും കൃത്യമായിട്ടൊരു പ്ലാനിംഗ് ഉള്ള ഒരു ഐക്യമാണ് അല്ലെങ്കിൽ റാലികളാണ് സഖ്യങ്ങളാണ് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, കഴിഞ്ഞ മാസം കോൺഗ്രസ് പാർട്ടിയുടെ 3 മുഖ്യമന്ത്രിമാര് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മമതാ ബാനർജി വരാതെ അവരുടെ ഒരു MP-യെ വിട്ടപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നത്. അതേ രീതിയിലാണ് നോക്കുന്നതെങ്കിൽ ഇന്ന് മമതാ ബാനർജി നടത്തുന്ന കൽക്കട്ടയിലെ ഈ റാലിയിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇല്ല. അവരുടെ 2 മെസ്സഞ്ചേഴ്സിനെ വിട്ടിട്ടുണ്ട്. CL മനോജാണ് പ്രതികരിച്ചത്. ഏതായാലും റാലി ഇന്ന് നടക്കാനിരിക്കുകയാണ്, പ്രതിപക്ഷത്തിന്റെ വലിയ ഐക്യത്തിന്റെ റാലി. രാകേഷ്, എത്ര മണിക്കാണ് ആരംഭിക്കുന്നത്? മറ്റു വിവരങ്ങൾ? തീർച്ചയായും ഗോപി, അല്പസമയത്ത് തന്നെ റാലിക്ക് തുടക്കമാകും. മമതാ ബാനർജി വേദിയിലേക്ക് എത്തി എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെല്ലാം തന്നെ കൊൽക്കത്തയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ വിജയമാകും റാലി എന്ന് മമതാ ബാനർജി അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും BJP സർക്കാരിനെതിരെയുള്ള അല്ലെങ്കിൽ ആരോപണങ്ങൾ, BJP സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള വാഗ്ദാന ലംഘനങ്ങൾ അത് തുറന്നു കാട്ടുക, ഒപ്പം തന്നെ ശക്തി തെളിയിക്കുക എന്ന് തന്നെയായിരിക്കും ഈ റാലിയുടെ പ്രധാനമായും മമതാ ബാനർജി ലക്ഷ്യമിടുകയും ചെയ്യുന്നത്. മാത്രവുമല്ല, വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കളെല്ലാം തന്നെ ഒരുമിപ്പിക്കാനും മമതാ ബാനർജിക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 14ലധികം പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ്, ഇത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇത്ര വിശാലമായ ഒരു പ്രതിപക്ഷ ഐക്യം ഒരുപക്ഷെ ഇനിയൊരു വേദിയിൽ ഒരുപക്ഷെ പങ്കിടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം ഇന്നത്തെ ഈ റാലി പ്രാധാന്യം അർഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിന് തന്നെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് മൈതാനിൽ ഈ റാലി ആരംഭിക്കും. ഗോപി, റാലിയുടെ ദൃശ്യങ്ങളാണ് തോന്നുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റാലി തുടങ്ങുന്ന മുറയ്ക്ക് നമുക്ക് തിരിച്ചു വരാം. ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ചുപൂട്ടിയ തൃശൂർ മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിയിലെ ആരാധനാ ഭരണകാര്യങ്ങളെപ്പറ്റി യാക്കോബായ വിഭാഗം ഇന്ന് തീരുമാനമറിയിക്കും. രേഖാമൂലം കലക്ടറെയാണ് തീരുമാനമറിയിക്കുക. തർക്കം നിലനിൽക്കുന്ന പള്ളിയിൽ നിന്ന് ഇരുവിഭാഗങ്ങളോടും പിൻവാങ്ങാൻ കലക്ടർ ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷത്തിൽ ഓർത്തഡോക്സ് തൃശൂർ ഭദ്രാസനാധിപൻ യുഹന്നോൻ മാർ മിലിത്യോസ് ഉൾപ്പെടെ 120ഓളം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിരുന്നു. വെണ്ണക്കോട്ടെ ഭൂമിക്ക് നികുതി സ്വീകരിക്കാതായതോടെ ആദിവാസികൾക്കൊപ്പം പ്രദേശത്തെ ബാങ്കുകളും പ്രതിസന്ധിയിലായി. ഭൂവുടമകൾ വായ്പകൾ തിരിച്ചടയ്ക്കാതെയായി. തിരിച്ചടക്ക് മുടങ്ങിയവരുടെ ഭൂമി ജപ്തി ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് ബാങ്കുകൾ. 2015 2 ഏക്കർ ഭൂമി പണയം വെച്ച് വെണ്ണേക്കോട്ടെ രാമൻകുട്ടി 2.5 ലക്ഷം രൂപ വായ്പയെടുത്തത്. മാസത്തവണ കൃത്യമായി തിരിച്ചടച്ചിരുന്നു. പക്ഷേ ഭൂനികുതി സ്വീകരിക്കാതായതോടെ തവണ അടവ് മുടങ്ങി. ഇപ്പോൾ പലിശയടക്കം തിരിച്ചടയ്ക്കേണ്ട തുക 4 ലക്ഷത്തിനടുത്തു വരും. കടം തിരിച്ചുപിടിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് ബാങ്ക് അധികൃതർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൽ കേസ് ഫയൽ ചെയ്യാൻ ഞങ്ങൾക്ക് നിയമം അങ്ങനെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുപോകും. ബാങ്കിനാണ് ഇതിൽ വലിയൊരു പ്രതിസന്ധി വന്നിരിക്കുന്നത്. രാമൻകുട്ടിയെപ്പോലെ വായ്പയെടുത്തവർ നിരവധി പേരുണ്ട് വെണ്ണേക്കോട്ട്. 30 ലക്ഷത്തിലധികം രൂപ പ്രദേശത്തെ വിവിധ ബാങ്കുകൾക്ക് തിരികെ ലഭിക്കാനുണ്ട്. അടിയന്തര ആവശ്യങ്ങൾക്ക് പോലും ഇനി ബാങ്ക് വായ്പ ലഭിക്കില്ലെന്ന് കോളനിവാസികൾ ആശങ്കപ്പെടുമ്പോൾ കൊടുത്ത പണം എങ്ങനെ തിരിച്ചുപിടിക്കും എന്ന ആധിയിലാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ. നിലമ്പൂരിൽ നിന്നും അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.
വഖഫ് ബോർഡ് ട്രൈബ്യൂണലിൽ പ്രാതിനിധ്യം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച സമസ്ത തുടങ്ങാനിരുന്ന പ്രക്ഷോഭം പിൻവലിച്ചു. ന്യൂനപക്ഷ ക്ഷേമകാര്യമന്ത്രി കെ ടി ജലീലുമായി മലപ്പുറത്ത് നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. വഖഫ് ട്രൈബ്യൂണലിൽ ഇ.കെ. വിഭാഗം സുന്നികൾക്കും പ്രാതിനിധ്യം നൽകാൻ സർക്കാർ തീരുമാനമെടുത്ത സാഹചര്യത്തിലാണ് സമരം പിൻവലിച്ചത്. സർക്കാർ രൂപീകരിച്ച വഖഫ് ബോർഡ് ട്രൈബ്യൂണലിൽ സമസ്ത ഇ.കെ. വിഭാഗത്തെ പൂർണ്ണമായും തഴഞ്ഞിരുന്നു. കോഴിക്കോട് അഡീഷണൽ ജില്ലാ ജഡ്ജി, ധനകാര്യ വകുപ്പ് അണ്ടർ സെക്രട്ടറി A.C. ഉബൈദുള്ള, അഡ്വക്കേറ്റ് T.K. ഹസൻ എന്നിവരടങ്ങുന്നതാണ് വഖഫ് ബോർഡ് ട്രൈബ്യൂണൽ. ജഡ്ജി ഒഴികെയുള്ള അംഗങ്ങൾ കാന്തപുരം വിഭാഗത്തിന്റെ നോമിനികളാണെന്നാണ് ഇ.കെ. വിഭാഗത്തിന്റെ ആരോപണം. വഖഫ് ബോർഡിലെ വോട്ടിംഗ് അധികാരമുള്ള മുതവല്ലിമാരിൽ 80% ഇ.കെ. വിഭാഗത്തിൽപ്പെട്ടവരാണെന്നും സംഘടന പറയുന്നു. എന്നിട്ടും വേണ്ടത്ര പ്രാതിനിധ്യം ട്രൈബ്യൂണലിൽ ലഭിക്കാത്തതാണ് സമസ്തയെ പ്രകോപിപ്പിച്ചത്. ട്രൈബ്യൂണൽ ഉദ്ഘാടനം ചെയ്യാനിരിക്കെ സമസ്ത പ്രതിഷേധ സമരവും പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് സമസ്ത നേതാക്കളെ മന്ത്രി KT ജലീൽ ചർച്ചയ്ക്ക് വിളിച്ചത്. ട്രൈബ്യൂണൽ മാർച്ചിൽ പുനഃസംഘടിപ്പിക്കുമെന്നും സമസ്തയ്ക്ക് അർഹമായ പ്രാതിനിധ്യം നൽകുമെന്നും മന്ത്രി KT ജലീൽ പറഞ്ഞു. സമസ്ത നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇന്ന ആളാവണം എന്ന് പറയുന്നില്ല, പക്ഷെ ഒരു പക്ഷത്ത് നിൽക്കാത്ത നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണ ഒരാൾ ആവണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നേരത്തെ മുതലേ സമസ്ത മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഗവൺമെന്റ് പരിഗണിക്കും. സർക്കാരിന്റെ ഉറപ്പിനെ തുടർന്ന് സമരം പിൻവലിക്കുന്നതായി സമസ്ത നേതാക്കളും അറിയിച്ചു. ആ ഫംഗ്ഷന് മുമ്പിൽ ഞങ്ങൾ പ്രതിഷേധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം നിർത്തിവെക്കുകയാണ്. അനുകൂലമായ ഒരു പ്രതികരണമാണ് ഞങ്ങൾ കിട്ടിയത്. തവനൂർ വൃദ്ധമന്ദിരത്തിലായിരുന്നു ചർച്ച. ന്യൂസ് 18 തിരൂർ. നിലമ്പൂർ കൊച്ചുവേളി രാജറാണി എക്സ്പ്രസ് മെയ് 9 മുതൽ സ്വതന്ത്ര സർവീസായി ഓടിത്തുടങ്ങും. ഇപ്പോൾ മധുര തിരുവനന്തപുരം അമൃത എക്സ്പ്രസിന്റെ കൂടെയാണ് രാജറാണിയുടെ സർവീസ്. രാജറാണി സ്വതന്ത്ര ട്രെയിൻ ആകുന്നതോടെ അമൃത ഷൊർണൂർ സ്റ്റേഷൻ ഒഴിവാക്കിയാകും സർവീസ് നടത്തുക. തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, ഒറ്റപ്പാലം, പാലക്കാട് വഴി മധുരയ്ക്കാവും അമൃതയുടെ സർവീസ്. കൊച്ചുവേളിയിൽ നിന്ന് കോട്ടയം, ഷൊർണൂർ, മേലാറ്റൂർ വഴി നിലമ്പൂരിനാവും രാജറാണിയുടെ സർവീസ്. MLA-മാരെ അടർത്തി മാറ്റാൻ BJP നീക്കം തുടരുന്നതിനിടെ കർണാടകയിലെ 76 കോൺഗ്രസ് MLA-മാരെ റിസോർട്ടിലേക്ക് മാറ്റി. ബംഗളൂരിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് തീരുമാനം. 4 കോൺഗ്രസ് MLA-മാർ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നുവെങ്കിലും നിലവിൽ JDS കോൺഗ്രസ് സർക്കാരിന് ഭീഷണിയില്ല. ആദ്യം BJP MLA-മാർ ഗുഡ്ഗാവിൽ, ഇപ്പോൾ കോൺഗ്രസ് MLA-മാർ ബംഗളൂരുവിലെ റിസോർട്ടിൽ. കർണാടകയിലെ രാഷ്ട്രീയ നാടകങ്ങൾ തുടരുകയാണ്. നിശ്ചയിച്ചതിനും 2 മണിക്കൂറിന് ശേഷം ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ 75 MLA-മാർ പങ്കെടുത്തു. 4 MLA-മാർ യോഗത്തിനെത്തിയില്ല. ഇതിൽ B. നാഗേന്ദ്ര, ഉമേഷ് ജാദവ് എന്നിവർ എത്താൻ കഴിയില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചു. രമേശ് ജാക്രിഹോളി, മഹേഷ് കുമ്മത്തലി എന്നിവർ മുംബൈയിലുണ്ടെന്നാണ് സൂചന. ഇവർ പാർട്ടി നേതൃത്വത്തെ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. നിലവിൽ സർക്കാരിന് പ്രതിസന്ധിയില്ലെങ്കിലും MLA-മാരെ സ്വന്തം പാളയത്തിലെത്തിക്കാൻ BJP ഇപ്പോഴും നീക്കം നടത്തുമെന്ന് വ്യക്തമായതോടെ നിയമസഭാ കക്ഷി യോഗത്തിനു ശേഷം MLA-മാരെ DK ശിവകുമാറിന്റെ ഉടമസ്ഥയിലുള്ള റിസോർട്ടിലേക്ക് മാറ്റി. സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ നരേന്ദ്രമോദിയും അമിത്ഷായുമാണെന്ന് സിദ്ധരാമയ്യ ആരോപിച്ചു. ಎಲ್ಲರೂ ಕೂಡ ಹೇಳ್ತಾ ಬಂದಿದ್ರು ಇದೆಲ್ಲ ಸುಳ್ಳು, ಯಾವ MLA-ಗಳು ಕೂಡ ಬಿಜೆಪಿ ಜೊತೆ ಹೋಗಿಲ್ಲ, ಬಿಜೆಪಿಯವರೇ ಇದನ್ನ ಹುಟ್ಟಾಕ್ತಾ ಇದ್ದಾರೆ. 4 MLA-മാർ വിട്ടുനിന്നതോടെ JDS കോൺഗ്രസ് സർക്കാരിനെ ഭരിക്കാൻ അവകാശമില്ലാതായതായി BS യെദ്യൂരപ്പ പ്രതികരിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വടക്കൻ കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായി അടുത്ത മാസം അവസാനത്തോടെ വീണ്ടും കൂടിക്കാഴ്ച നടത്തും. വൈറ്റ് ഹൌസാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. കഴിഞ്ഞ വർഷം സിംഗപ്പൂരിൽ ട്രംപും കിമ്മും തമ്മിൽ നടത്തിയ ആദ്യ കൂടിക്കാഴ്ച ചരിത്രത്തിൽ ഇടം നേടിയിരുന്നു. വടക്കൻ കൊറിയയിൽ നിന്നുള്ള മധ്യസ്ഥൻ കിം യോങ് ചോൾ വൈറ്റ് ഹൌസിലെത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഇരു രാഷ്ട്ര തലവന്മാരും തമ്മിലുള്ള 2ാം കൂടിക്കാഴ്ച ഫെബ്രുവരി അവസാനത്തോടെ നടക്കുമെന്ന് വൈറ്റ് ഹൌസിൽ നിന്നും ഔദ്യോഗിക അറിയിപ്പുണ്ടായത്. വടക്കൻ കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ കത്ത് മധ്യസ്ഥൻ ട്രംപിന് കൈമാറി. ആണവ പരീക്ഷണങ്ങളിലൂടെ ലോകത്തെ മുൾമുനയിൽ നിർത്തിയ വടക്കൻ കൊറിയയുമായി US കടുത്ത ശത്രുതയാണ് പതിറ്റാണ്ടുകളായി പുലർത്തിവന്നത്. ട്രംപ് അധികാരത്തിലെത്തിയതോടെ വടക്കൻ കൊറിയയുമായി യുദ്ധം തന്നെ നടന്നേക്കാമെന്ന സാഹചര്യവുമുണ്ടായി. എന്നാൽ കഴിഞ്ഞ വർഷം ജൂണിൽ സിംഗപ്പൂരിൽ വെച്ച് ഇരു രാഷ്ട്ര തലവന്മാരും കൂടിക്കാഴ്ച നടത്തി. ആണവ നിരായുധീകരണത്തിന് സഹകരിക്കാമെന്ന ഉറപ്പ് കിം ജോങ് ഉൻ ട്രംപിന് നൽകിയതോടെ ശത്രുത സൗഹൃദത്തിന് വഴിമാറി. നിരായുധീകരണ നടപടികൾ വടക്കൻ കൊറിയ വേഗത്തിലാക്കണമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US പലതവണ ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ കിം ജോങ് ഉൻ സ്വീകരിക്കുന്നതായാണ് റിപ്പോർട്ട്. മധ്യസ്ഥൻ വഴി ട്രംപിന് കൈമാറിയ കത്തിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. ശത്രുപക്ഷത്തുള്ള തെക്കൻ കൊറിയയിലേക്ക് കിം ജോങ് ഉൻ കഴിഞ്ഞ വർഷം സന്ദർശനം നടത്തിയതും ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു. വടക്കൻ കൊറിയയ്ക്ക് ചൈനയുമായി മാത്രമാണ് മേഖലയിൽ ശക്തമായ സൗഹൃദമുണ്ടായിരുന്നത്. കിം ജോങ് ഉന്നിന്റെ ഭാഗത്തു നിന്നുള്ള പുതിയ ചുവടുവെപ്പുകൾ കൊറിയൻ ഉപദ്വീപിൽ സമാധാനത്തിനുള്ള പുതിയ വാതിലുകൾ തുറക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.
ലിബിയൻ തലസ്ഥാനമായ ട്രിപ്പോളിയുടെ തെക്കൻ ഭാഗമായ സിദി സാഹിബ് മേഖലയുടെ നിയന്ത്രണം പിടിച്ചെടുത്തതായി ട്രിപ്പോളി പ്രൊട്ടക്ഷൻ ഫോഴ്സ് അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ലിബിയൻ സർക്കാരിന്റെ സേനാ വിഭാഗമാണ് പ്രൊട്ടക്ഷൻ ഫോഴ്സ്. വിമതരും പ്രൊട്ടക്ഷൻ ഫോഴ്സുമായി കഴിഞ്ഞ കുറച്ചു നാളുകളായി സംഘർഷം ഉണ്ടായിരുന്നു. സംഘർഷത്തിൽ 10 പേർ കൊല്ലപ്പെടുകയും 41 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗർഭചിത്രത്തിനെതിരെ യുഎസിൽ സംഘടിപ്പിച്ചുവരുന്ന വാർഷിക റാലിയിൽ 10,000 പങ്കെടുത്തു. യുഎസ് വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ്, ഭാര്യ ക്യാരൻ തുടങ്ങിയ പ്രമുഖർ നേരിട്ടെത്തിയ റാലിയെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീഡിയോ സന്ദേശത്തിലൂടെ അഭിസംബോധന ചെയ്തു. ജീവൻ രക്ഷിക്കുന്നതിനുള്ള നിലപാടിനൊപ്പമാണ് തന്റെ സർക്കാർ എന്ന് ട്രംപ് പറഞ്ഞു. മെക്സിക്കൻ അതിർത്തിയിൽ മതിൽ നിർമ്മിക്കുന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നും വ്യക്തമാക്കി. എലിസബത്ത് രാജ്ഞിയുടെ വക്താവ് ഫിലിപ്പ് രാജകുമാരന്റെ കാർ അപകടത്തിൽപ്പെട്ടു. 97-കാരനായ ഫിലിപ്പ് രാജകുമാരൻ ഓടിച്ചുകൊണ്ടുപോയ ലാൻഡ് റോവർ കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിൽ യാത്ര ചെയ്ത 2 സ്ത്രീകൾക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഫിലിപ്പ് രാജകുമാരന്റെ കാർ മറിഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന് പരിക്കുകളില്ല എന്ന് കൊട്ടാരം വൃത്തങ്ങൾ അറിയിച്ചു. ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ഒരു മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്. നിങ്ങളൊന്ന് സഹകരിച്ചാൽ അദ്ദേഹത്തിന് എടുക്കാം. അതുകൊണ്ടാണ് ഹർത്താൽ ദിനത്തിൽ ആക്രമിക്കപ്പെട്ട കോഴിക്കോട് പേരാമ്പ്രയിലെ ജുമാ മസ്ജിദ് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. അതിനുശേഷം മാധ്യമങ്ങളെ കാണുകയാണ്. ഈ സംഘർഷത്തിന് ബോധപൂർവമായ ഒരു ശ്രമം നടക്കുന്നുണ്ടോ ഈ പ്രദേശത്തൊക്കെ? വളരെ ബോധപൂർവമായി CPM ഇവിടെ അക്രമം അഴിച്ചുവിടാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഉണ്ടായ ഓരോ സംഭവവികാസവും പരിശോധിച്ചാൽ CPM അക്രമം നടത്താനുള്ള എല്ലാവിധ ഗൂഢാലോചനയും നടത്തിയിട്ടുണ്ടെന്ന് വളരെ വ്യക്തമാണ്. ഇവിടെ ഈ മുസ്ലിം ദേവാലയത്തിന് നേരെ കല്ലെറിഞ്ഞേണ്ട ഒരു കാര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. നേരത്തെ അവർ പറഞ്ഞത് ലീഗ് ഓഫീസിന് നേരെ കല്ലെറിഞ്ഞപ്പോൾ കൊണ്ടതാണെന്നാണ്. ലീഗ് ഓഫീസിന് എന്തിനാണ് കല്ലെറിഞ്ഞത്? തനിമല ഞാനിവിടെ നോക്കുമ്പോൾ ലീഗ് ഓഫീസും പള്ളി ഈ ജുമാ മസ്ജിദും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, ദൂരമുണ്ട്. അവിടെ ഒരു കല്ലെറിഞ്ഞാൽ ഇവിടെ എങ്ങനെ കല്ല് പതിക്കും? അപ്പോൾ വളരെ ബോധപൂർവമായി ആസൂത്രിതമായിട്ടാണ് ഈ മുസ്ലിം ദേവാലയത്തിന് നേരെ CPM കല്ലെറിഞ്ഞിട്ടുള്ളത്. അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഒരു മസ്ജിദിന് നേരെ കല്ലെറിഞ്ഞ് പ്രകോപനമുണ്ടാക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് CPM നടത്തിയത്. പിടിച്ച പ്രതികളെ മുഴുവൻ എന്ത് ചെയ്തു? 153A അനുസരിച്ചുള്ള കേസ് രജിസ്റ്റർ ചെയ്താൽ പിറ്റേ ദിവസം ജാമ്യം കിട്ടുന്നില്ല. അപ്പോൾ 153A അനുസരിച്ചുള്ള കേസ് തിരുത്തിയിട്ടുണ്ടാകും, അത് FIR തിരുത്തിയിട്ടുണ്ടാകും. അത് വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ്. സാധാരണഗതിയിൽ ഒരു പൊതുമുതൽ നശിപ്പിച്ചാൽ പോലും കുട്ടികളുടെ പേരിൽ KSRTCക്ക് കല്ലെറിഞ്ഞാൽ കുട്ടികളുടെ പേരിൽ കേസെടുത്താൽ അവരെ ജാമ്യത്തിൽ വിടില്ലല്ലോ. ഇത് വളരെ ബോധപൂർവമായി CPMന്റെ ഭീഷണിയുടെ ഫലമായിട്ടാണ് 153A എന്നുള്ളത് ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് ഇവിടെ കലാപം ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത ആളുകളെ രക്ഷിക്കാനാണ് CPM ശ്രമിച്ചത്. ഇതേപോലെ തന്നെ ഇന്നലത്തെ 51 പേരുടെ പേര് കൊടുക്കുന്നത് ഇതേ ഒരു രീതിയിൽ തന്നെയാണോ? അതോടൊപ്പം തന്നെ വളരെ ബോധപൂർവമായി ഇവിടെ അക്രമം അഴിച്ചുവിടുകയാണ്. യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് പ്രസിഡന്റ് രാകേഷിന്റെ സഹോദരൻ അവരെ ഭീകരമായി മർദ്ദിച്ചു. അതിൽ ഒരാളിനെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. പോലീസ് നിഷ്പക്ഷവും നീതിപൂർവമായി പെരുമാറണം. പോലീസ് എടുത്ത 153A തിരുത്താൻ പോലീസിനെ തന്നെ നിർബന്ധിക്കുന്നത് ഭരണകൂടത്തിന്റെ സ്വാധീനമാണ്. പാർട്ടിയുടെ സ്വാധീനം മൂലം കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഇത് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ്. ഇതിൽ ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഈ മസ്ജിദ് എൻ്റെ മഹല്ല് പ്രസിഡന്റാണ് MKCക്ക് നേരെ പോലും ഇപ്പോൾ വ്യാപകമായ തോതിലുള്ള ത്രട്ടനിങ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉയരുകയാണ്. പോലീസ് പരാതി കൊടുത്തിട്ട് കേസെടുക്കുന്നില്ല. അപ്പം മഹല്ല് പ്രസിഡന്റിന് നേരെ ഭീഷണി ഉണ്ടായിട്ട് എന്തുകൊണ്ട് പോലീസ് കേസെടുക്കുന്നില്ല? IPC അനുസരിച്ച് കേസെടുക്കാൻ സൈബർ സെല്ലിൽ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ വർഷങ്ങളായി മഹല്ല് പ്രസിഡന്റായിരിക്കുന്ന MKCക്ക് നേരെ പോലും വ്യാപകമായ തോതിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അക്രമവും ഭീഷണിയും വളരെ മോശമായ പരാമർശങ്ങളും ഉണ്ടാകുമ്പോൾ അവിടെ പോലും പോലീസ് കേസെടുക്കുന്നില്ല. അപ്പോൾ ഇത് വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്. ഇത് ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കും. ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. പോലീസിനെ ഭീഷണിപ്പെടുത്തുന്നു. മന്ത്രിമാർ പോലും വന്ന്, വ്യവസായ മന്ത്രി വന്ന് പോലീസിനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ നിയമവാഴ്ച മുന്നോട്ട് പോകും? മന്ത്രിമാർ പോലും വന്ന് പോലീസിനെ ഭീഷണിപ്പെടുത്തി FIR തിരുത്തിക്കുന്ന നിലയിലേക്ക് ഇവിടെ കാര്യങ്ങൾ എത്തിയത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഈ നാട്ടിൽ സമാധാനം പുലരണമെന്നാണ് ഞങ്ങൾ UDF ആഗ്രഹിക്കുന്നത്. UDF അതിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്.
ഏതായാലും കുറ്റവാളികളെ പോലീസ് പിടികൂടാതെ അവരെ സംരക്ഷിക്കുന്ന നടപടി ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയാണ്. രണ്ട് കാര്യങ്ങൾ കൂടി പൊതുവായിട്ട് ചോദിച്ചോട്ടെ. ഇവിടെ വെച്ച് വേണ്ട, ഇവിടെ പോലെ എന്താ ചോദിക്കാനുള്ളത്? ഒന്ന് ശബരിമല, അതെ അതെ ഒന്ന് ശബരിമല വിഷയമാണ്. രണ്ടാമത്തേത് നമ്മുടെ പിന്നെ ഈ പറയുന്ന ഖനനവുമായിട്ട് ബന്ധപ്പെട്ട് അത് ചോദിക്കാം. ഈ പറയുന്ന ഇന്നലെ കാനമടക്കം പറഞ്ഞിരിക്കുന്നത് ഈ ഖനനം നിർത്തിയുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകേണ്ട എന്നാണ് CPI ഇപ്പം നിലപാടെടുത്തിരിക്കുന്നത്. ഇത് ഒരു തരത്തിൽ സമരക്കാരെ ഒറ്റുകൊടുക്കുന്ന ഒരു തരത്തിലുള്ള രീതി തന്നെയാകുമോ? ആലപ്പാട് ഞാൻ സന്ദർശിച്ചതാണ്. ആലപ്പാടെ തദ്ദേശവാസികളായ ജനങ്ങളുടെ വികാരം സർക്കാർ മനസ്സിലാക്കുന്നില്ല. അവിടെയുള്ള പാവപ്പെട്ടവരുടെ ജീവിതം തകർച്ചയിലാണ്. ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. നിയമസഭാ കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് അവരുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള നടപടികളാണ് ആവശ്യം. ആ നടപടികൾ കൈക്കൊള്ളാതെ ആ ചർച്ച പരാജയപ്പെടുത്തിയത് തന്നെ സർക്കാരാണ്. അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്, പ്രതിപക്ഷത്തിന് മുന്നോട്ട് വെക്കാനുള്ളത്, ആ സമരം ചെയ്യുന്നവരുമായി ചർച്ച ചെയ്യണം. അവരുടെ വികാരങ്ങൾ ഗവൺമെൻറ് ഉൾക്കൊള്ളണം. അവരുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഫലപ്രദമായ നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. അതുണ്ടാകാത്തത് കൊണ്ടാണ് അവിടെ ഈ സമരം നീണ്ടുപോകുന്നത്. അപ്പോൾ സർക്കാർ സമീപനം മാറ്റണം. അവരുമായി ചർച്ച ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ മുന്നോട്ട് വരണം. സുപ്രീം കോടതിയിൽ പോലീസ് ഒരു കള്ളക്കണക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അപമാനകരമായ മറ്റൊരു കാര്യമുണ്ടാകില്ല. സുപ്രീം കോടതി ഇന്ത്യയിലെ ഏറ്റവും വലിയ നീതിപീഠമാണ്. ആ നീതിപീഠത്തിൻ്റെ മുന്നിൽ പോലും ഗവൺമെൻറ് കളവ് പറഞ്ഞിരിക്കുന്നു. ആ കളവ് പറഞ്ഞ എന്തടിസ്ഥാനത്തിലാണ് അത്തരമൊരു കളവ് പറഞ്ഞതെന്ന് ഗവൺമെൻറ് വിശദീകരിക്കണം. അപ്പോൾ ശബരിമലയിൽ ഉള്ള ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന നടപടിയായി പോയി സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത്. അക്ഷന്തവ്യമായ തെറ്റാണത്. ആ തെറ്റ് കേരളം ഒരിക്കലും പൊറുക്കില്ല. ഇത് മനഃപൂർവ്വമാണോ? ബോധപൂർവമാണ്. കാരണം ഇനിയും റിവ്യൂ ഹർജി വരാൻ പോകുമ്പോൾ അതിനു മുമ്പ് എല്ലാം യുവതികൾ കയറി കഴിഞ്ഞു എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനുള്ളൊരു വൃഥാശ്രമമാണ്. പക്ഷെ കോടതിയും ഈ രാജ്യത്ത് തന്നെയാണ് ജീവിക്കുന്നത്, ജഡ്ജിമാരും ഈ രാജ്യത്താണ് ജീവിക്കുന്നത്. അവർക്ക് വസ്തുതകൾ മനസ്സിലായിട്ടുണ്ട്. അതാണല്ലോ ഇന്നലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞ കാര്യം. അവർക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. തുടക്കം മുതൽ സർക്കാരിന് തിരിച്ചടിയാണ്. അവസാനത്തെ ദിവസം കൂടി ഉണ്ടായ തിരിച്ചടി പൂർണ്ണമായും പരാജയമാണോ ഈ ശബരിമല വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച സമീപനം അങ്ങേയറ്റം പ്രകോപനപരമാണ്. സർക്കാരിൻ്റെ എല്ലാ നടപടികളും പരാജയപ്പെട്ടിരുന്നു. അത് കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളിലും, ഹിന്ദുക്കൾക്ക് മാത്രമല്ല എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിനെ വളരെയേറെ വേദനിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസികളുടെ വികാരങ്ങളെ തകർക്കുക എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ സമീപനം. അതുകൊണ്ട് എല്ലാ വിശ്വാസികളും സർക്കാർ നടപടിക്കെതിരായി ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഒറ്റ കാര്യം, ഈ ബിഷപ്പിന്റെ കേസിലെ 5 കന്യാസ്ത്രീകളെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. അതിൽ പ്രതിപക്ഷത്തിന് അഭിപ്രായമുള്ള കാര്യത്തിൽ മാധ്യമങ്ങൾ കാണുകയായിരുന്നു. ഹർത്താൽ ദിനത്തിൽ കോഴിക്കോട്ട് പേരാമ്പ്രയിൽ ആക്രമിക്കപ്പെട്ട ജുമാ മസ്ജിദ് സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. അശ്വിൻ ചേരുന്നു. അശ്വിൻ, ആരൊക്കെ ഉണ്ടായിരുന്നു മസ്ജിദ് സന്ദർശനത്തിന്? അതിനുശേഷം അവിടെ കണ്ട കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ. ഗോപി, പേരാമ്പ്രയിലെ പ്രധാന മുസ്ലിം ലീഗ് അതേപോലെ തന്നെ UDF നേതാക്കൾക്കൊപ്പമാണ് പ്രദേശ നേതാവ് പേരാമ്പ്ര ജുമാ മസ്ജിദിലെത്തിയത്. ഈ പേരാമ്പ്ര ജുമാ മസ്ജിദ് കഴിഞ്ഞ ഹർത്താൽ ദിനത്തിൽ പേരാമ്പ്ര ജുമാ മസ്ജിദിന് നേരെയുണ്ടായ കല്ലേറ് UDF പിന്നീട് അങ്ങോട്ടേക്ക് വലിയൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. ഇക്കാര്യത്തിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയെ അടക്കം 153A ചുമത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പക്ഷേ ഈ വിഷയത്തിൽ ഇയാൾക്ക് 2 ദിവസത്തിനകം ജാമ്യം നൽകിയത് CPMന്റെ ഉന്നതതലത്തിലുള്ള ഇടപെടലുകൾ കൊണ്ടാണ് എന്നാണ് UDF ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്ന ആരോപണം. ഇതിനോട് അടുത്ത ദിവസം തന്നെ കോഴിക്കോട് ജില്ലയിലെത്തിയ വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ ഇക്കാര്യത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട്
FIR ഇട്ടതിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. പോലീസിലുള്ള ചില RSS അനുഭാവികളാണ് ഇത്തരത്തിൽ ഒരു FIRന് പിന്നിൽ എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇത് ആയുധമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ UDF ഇതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിൽ CPMന്റെ ഉന്നതതലത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി. ഈ വിഷയത്തിൽ പ്രതികളായ CPM നേതാക്കളെ രക്ഷിക്കാൻ പോലീസിന്റെ FIR തിരുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നു. അതോടൊപ്പം ഈ ജുമാ മസ്ജിദും അതേപോലെ തന്നെ മഹല്ല് കമ്മിറ്റി നേതാക്കൾക്കും സംരക്ഷണം കൊടുക്കുന്നതിൽ പേരാമ്പ്രയിലെ പോലീസ് പരാജയപ്പെട്ടു. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് തുടങ്ങിയ ആരോപണങ്ങളാണ് UDF ഉന്നയിച്ചിരിക്കുന്നത്. ഇത് വരുന്ന ദിവസങ്ങളിൽ നിയമസഭയിലും ഇത് ചർച്ചയാക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തി മഹല്ല് കമ്മിറ്റി നേതാക്കൾക്ക് വാക്ക് നൽകിയിരിക്കുന്നത്. ഗോപി. ശരി അശ്വിൻ. ശബരിമല യുവതി പ്രവേശനത്തിൽ കോടതിയിൽ സമർപ്പിച്ച പട്ടികയിൽ ആശയക്കുഴപ്പമില്ല എന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. ഞങ്ങൾക്കൊരു ആശയക്കുഴപ്പമില്ല. കാര്യം ഞങ്ങളല്ല ലിസ്റ്റ് കൊടുത്തത്. അറിയില്ല, എനിക്കറിയില്ല. അത് നിങ്ങൾ ചോദിക്കണം. ശബരിമല യുവതി പ്രവേശനത്തിൽ കോടതിയിൽ സമർപ്പിച്ച പട്ടികയിൽ അപാകതയില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറഞ്ഞു. സർക്കാരിന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാകാം അത് കോടതിയിൽ കൈമാറിയത്. അപാകത ഉണ്ടെങ്കിൽ സർക്കാർ പരിഹരിക്കുമെന്നും പത്മകുമാർ പറഞ്ഞു. യഥാർത്ഥത്തിൽ എനിക്ക് അതിനെ സംബന്ധിച്ച് അറിഞ്ഞുകൂടാ. കാരണം ദേവസ്വം ബോർഡ് അല്ലല്ലോ കണക്ക് അങ്ങനെ കൊടുത്തത്, ഗവൺമെന്റ് കൊടുത്തു. ഗവൺമെന്റിൽ വ്യക്തമായിട്ടുള്ള കണക്കുള്ളത് കൊണ്ടായിരിക്കുമല്ലോ കൊടുത്തിട്ടുള്ളത്. അതല്ലാതെ ഇപ്പോൾ ദേവസ്വം ബോർഡ് എന്ത് പറയാൻ പറ്റും? വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഗവൺമെന്റ് കൊടുത്തത്. അത് ഗവൺമെന്റിന് കൊടുത്തവരോട് ചോദിക്കേണ്ടത് എന്നോട്, ഞാൻ വഴിയെ പോയ ആളിനോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ശബരിമലയിൽ പ്രവേശിച്ച സ്ത്രീകളുടെ പട്ടിക സുപ്രീം കോടതിക്ക് സമർപ്പിച്ചതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ഇതിന്റെ ആധികാരികതയെക്കുറിച്ച് തനിക്കറിയില്ല. ഈ ലിസ്റ്റ് പാർട്ടി ഓഫീസിലല്ല സൂക്ഷിക്കുന്നതെന്നും കാനം മലപ്പുറത്ത് പറഞ്ഞു. അതെനിക്കറിയില്ല. കാരണം പാർട്ടി ഓഫീസിലൊന്നും ആ ലിസ്റ്റ് സൂക്ഷിക്കുന്നില്ല. ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റ് സുപ്രീം കോടതി പോലെയുള്ള ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതിയിൽ ഗവൺമെൻറ് വളരെ കൊടുക്കുന്ന ഒരു അഫിഡവിറ്റിന് അതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. അവരത് പരിശോധിച്ചിട്ടായിരിക്കും കൊടുത്തിട്ടുള്ളത്. ആ കണക്ക് കൃത്യമായി അവർക്ക് അറിയുള്ളൂ, നമുക്കാർക്കും അറിയില്ല. ആലപ്പാട്ടെ ഖനനം നിർത്തണമെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്ന് കാനം രാജേന്ദ്രൻ. ഖനനം നടത്തുമ്പോഴുള്ള മാനദണ്ഡങ്ങൾ IRA പാലിക്കുന്നുണ്ടോ എന്നതാണ് പ്രശ്നം. ഇക്കാര്യം സർക്കാർ പരിശോധിക്കുകയാണ് വേണ്ടതെന്ന് പഠിച്ചിട്ട് നിർദ്ദേശങ്ങൾ സർക്കാരിന് മുന്നേ വെച്ചിട്ടുണ്ട്. ആ പഠന റിപ്പോർട്ടിൽ എവിടെയും ഖനനം നിർത്തണമെന്ന് പറയുന്നില്ല. ഖനനത്തിന് അനുബന്ധമായി IRA എഗ്രി ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കണം. ശാസ്ത്രീയമായി കുഴി മൂടിക്കൊടുക്കണം, അവിടെ മരങ്ങൾ വെച്ച് കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അത് ജെന്യുവനായിട്ട് ജനങ്ങൾക്കുള്ളൊരു പരാതി നിയമസഭയിലെ എല്ലാ കക്ഷികളുടെയും ആളുകൾ പോയി കണ്ട് ആ സമിതി നിയമസഭയുടെ മുമ്പിൽ വെച്ച ഒരു റിപ്പോർട്ടാണ്. അതാണ് അതിൻ്റെ ഒരു ഔദ്യോഗികമായ ആ പ്രശ്നത്തെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ട്.